അപ്പോൾ ഇന്ന് മോന് വരലക്ഷ്മി പൂജ സെലിബ്രേഷനാണ്. അപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സിൽ പോകണം, സ്വീറ്റ്സും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് ബാഗിലാക്കി മോനെ പറഞ്ഞു വിട്ടു. ഇന്ന് ഏട്ടനാണ് മോനെ കൊണ്ടുവിടാൻ പോയത്, ഞാൻ പോയില്ല. ഇന്ന് ജോഗിങ്ങിനും പോയില്ല. കാരണം ഇന്ന് വന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് ഓണം ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വന്ന് എൻ്റെ ഡ്യൂട്ടിയിലോട്ട് കടന്നു. കുക്ക് ചെയ്ത് ഞാൻ ഒരു ചപ്പാത്തി നല്ലപോലെ കരിച്ചിട്ടുണ്ട്. പിന്നെ കരിച്ചത് മാറ്റി വെച്ചിട്ട് ബാക്കിയും കൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വേഗം റെഡിയാവുകയാണ്. ആദ്യം ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ട്രെൻഡ്സിലെത്തിയിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ CID മൂസയിലെ ബിന്ദു പണിക്കർ ഞാനാണെന്ന് എനിക്ക് സ്വയം അങ്ങോട്ട് തോന്നാറുണ്ട്. കാരണം എനിക്കൊരു വെപ്രാളമാണ്. കാരണം ഏതാണ് എടുക്കുക, ഏതാ ചേരുക. ഒരെണ്ണം കണ്ടിഷ്ടപ്പെട്ട് അതെടുക്കുമ്പോൾ വേറൊരെണ്ണം കാണുമ്പോൾ എനിക്ക് അതിഷ്ടപ്പെടും. അങ്ങനെ കുറേ വാരി എടുത്തിട്ട് പിന്നെ ട്രയൽ നോക്കി ഇഷ്ടപ്പെട്ടതായിരിക്കും എടുക്കുക. അങ്ങനെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരെണ്ണം എടുത്തതാണ്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ചേരാത്തണക്ക് തോന്നി. അങ്ങനെ അത് എടുത്തില്ല. പിന്നെ ഇതാണ് എടുത്തത്. ഇതൊരു പാൻറ്റും ടോപ്പും വരുന്നതായിരുന്നു, അതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ റെഡ് ട്രയൽ ചെയ്ത് നോക്കി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ട്രഡീഷണൽ വെയറായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഡ്രസ്സൊക്കെ എല്ലാം എടുത്ത് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് വാങ്ങിയത്. ഞാനൊരു റെഡ് ടോപ്പും വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രീനിൻ്റെ ഒരു ചുരിദാറിൻ്റെ സെറ്റും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മോന് 2 ഷർട്ട് വാങ്ങിച്ചു, ഏട്ടന് 2 ഷർട്ടും ഒരു ടീഷർട്ടും വാങ്ങിച്ചു. പിന്നെ ഞാൻ 2 ജീൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഓണം പർച്ചേസിങ്. അപ്പം ഞാൻ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം എല്ലാം എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് ബെഡിൽ വച്ചിട്ടായിരിക്കും ഞാൻ പെട്ടിയിലോട്ട് പാക്ക് ചെയ്ത് വയ്ക്കുക. അല്ലാതെ ഷെൽഫിൽ നിന്ന് നേരെ എടുത്ത് പെട്ടിയിലോട്ട് വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം മറന്നു പോകും. ഞാൻ സെക്ഷനായിട്ട് വയ്ക്കും. വീട്ടിലിടുന്ന ഒരു സെക്ഷൻ, പുറത്തിടുന്ന ഒരു സെക്ഷൻ, അങ്ങനെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടിയിൽ പാക്ക് ചെയ്ത് റെഡിയാക്കി വയ്ക്കും. അങ്ങനെ എൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ നാളെ പറയാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. ബൈ.